അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ് റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ മീസാൻ എന്ന ത്രാസിൽ ഭാരമുള്ള നന്മയുടെ കൂട്ടത്തിൽ നമ്മളുടെ ഈ ഇരുത്തവും ഈ കേൾക്കലും അല്ലാഹു ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും നാം ഒരുപാട് പാപം ചെയ്തവരാണ്. അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായും തനിച്ചും അക്രമത്തോടു കൂടിയൊക്കെ ഒരുപാട് തെറ്റുകൾ ഞാനും നിങ്ങളും ചെയ്തവരാ. ഈ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹു അവൻ്റെ കരുണ കൊണ്ട് അവൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ടവർ യാത്രയായതുപോലെ ഈമാനോടുകൂടിയുള്ള ഒരു മരണം അല്ലാഹു എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി അവർക്ക് സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൂസ ഇബ്നു ഇമ്രാൻ അലൈഹിസ്സലാം യാ റബ്ബി മൻ അഅസ്സു ഇബാദിക ഇൻദക ഖാല മൻ ഇദാ ഖദറ ഗഫറ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, എൻ്റെ രക്ഷിതാവേ, നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ളവരാരാ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ചോദിച്ചു, പടച്ചവനെ, നിന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ആൾ ആരാണ് പടച്ചവനെ? ആ സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് പകരം വീട്ടാൻ കഴിവുണ്ടായിട്ടും മാപ്പ് ചെയ്യുന്നവനാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടത്, പകരം വീട്ടാൻ കഴിവുണ്ട്, തല്ലിയവനെ തിരിച്ചു തല്ലാൻ എൻ്റെ പ്രിയമുള്ളവരെ കഴിവുണ്ട്, എല്ലാമുണ്ട്. ആക്രമിച്ചവനെ തിരിച്ചക്രമിക്കാൻ, വേദനിപ്പിച്ചവനെ തിരിച്ചു വേദനിപ്പിക്കാൻ എല്ലാ കഴിവുകളുമുണ്ട്. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും എല്ലാ വഴിയിലും തിരിച്ചു കൊടുക്കാൻ കഴിവുണ്ടായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാപ്പ് ചെയ്തു കൊടുക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ അല്ലാഹുവിൻ്റെ മുന്നിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുന്ന, കുടുംബ വഴക്കുകളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ്. നാം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഹദീസ് കാണേണ്ടത്. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. അതിലൂടെ അല്ലാഹുവിൻ്റെ മുന്നിൽ നമുക്കൊരു സ്ഥാനം കിട്ടുമെങ്കിൽ അതിനേക്കാളും വലുത് വേറെ ഈ ലോകത്ത് എന്ത് കിട്ടാനാ സഹോദരങ്ങളെ? മഹാനായ അൻ അബ്ദില്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല ജാഅ റജുലുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് കം അഅഫു അനിൽ ഖാദിം فصمت عنه النبي صلى الله عليه وسلم ثم قال يا رسول الله كم أغفو عن خادم قال കുല്ലു യൗമിന 70 മറ. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, ഒരാൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ എൻ്റെ സേവകൻ്റെ പിഴവുകൾ എത്ര പ്രാവശ്യം മാപ്പാക്കണം? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനമായിരുന്നു. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ എൻ്റെ സേവകൻ്റെ പിഴവുകൾ എത്ര പ്രാവശ്യം മാപ്പാക്കണം? നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ സ്റ്റാഫുകൾ, നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സ്വഹാബി ചോദിക്കുന്നത്, അവരുടെ പിഴവുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എത്ര പ്രാവശ്യം നമ്മൾ ക്ഷമിക്കണം, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം? വീട്ടിലെ ഒരു ഗ്ലാസ് തറയിൽ വീണ് പൊട്ടിയാൽ പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലെങ്കിൽ അല്പം വെള്ളമില്ലെങ്കിൽ പോലും എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളുടെ പേര് വീട്ടിൽ ജോലി ചെയ്യുന്നവരോട് മോശമായി പെരുമാറുന്നവരുണ്ട്. തൻ്റെ കടയിലെ സ്റ്റാഫുകളോട് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ അവരോട് വല്ലാതെ ദേഷ്യപ്പെടുകയും അവരെ വേദനിപ്പിക്കുകയും അവരോട് മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന എത്രയോ മുതലാളിമാരുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാണ് ഈ ഹദീസ് വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കേണ്ട ഒരു ഹദീസാണിത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് അവിടെ നിന്ന് മൗനമായിരുന്നു. പിന്നെയും ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ദിവസവും 70 പ്രാവശ്യം നീ മാപ്പാക്കി കൊടുക്കണമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തൻ്റെ കീഴിൽ ജോലി
ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരു ദിവസം 70 പ്രാവശ്യമെങ്കിൽ പിഴവ് സംഭവിച്ചാലും നീ പുറത്തു കൊടുക്കണമെന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നമ്മൾ 70 പോയിട്ട് ഒരു പ്രാവശ്യം പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തവരാണ്. കാരണം എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ സ്വഭാവം അങ്ങനെയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു, പ്രവാചകൻ അവിടെ നിന്ന് നമുക്ക് പറഞ്ഞു തന്നു, നാം കരുണ കാണിക്കുന്നവരാകണം, കാരുണ്യത്തോടുകൂടി പെരുമാറുന്നവരാകണം, വളരെ മയമായ രീതിയിൽ പെരുമാറുന്നവരാകണം. 10 വർഷക്കാലം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. മുത്തുനബിയുടെ ഖാദിമ പറയുന്നത് ഒരിക്കൽ പോലും പ്രവാചകൻ എന്ന് പറയുന്ന ഒരു വാക്ക്, ഇത് ശരിയായില്ല എന്ന് പറയുന്ന ഒരു വാക്ക് പോലും പ്രവാചകന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു, പ്രവാചകൻ ഇഷ്ടപ്പെട്ടാൽ പ്രവാചകൻ ഭക്ഷണം കഴിക്കും, ഭക്ഷണത്തിന് പോലും കുറ്റം പറയുന്ന കാലഘട്ടമാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മുഖത്ത് നോക്കിയിട്ട് കൊള്ളില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്കൊരു ഭക്ഷണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രവാചകൻ കഴിക്കുമായിരുന്നു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കില്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ലായിരുന്നു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം പഠിക്കേണ്ടത്, നാം മനസ്സിലാക്കേണ്ടത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു. അവിടുന്ന് പറയുന്നു, ഖാല ലൈസ ശദീദു ബിസ്സുർഅതി ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ശക്തൻ തൻ്റെ എതിരാളിയെ മറച്ചിടുന്നവനല്ല. ഏറ്റവും വലിയ ആരോഗ്യവാനാണ്, ഏറ്റവും വലിയ യോദ്ധാവ് എന്ന് പറയുന്നവൻ അവൻ തൻ്റെ എതിരാളിയെ മലർത്തിയടിക്കുന്നവനല്ല. ഏറ്റവും വലിയ യോദ്ധാവാരെന്നറിയുമോ? തനിക്ക് കോപമുണ്ടാകുന്ന സമയത്ത് സ്വന്തം തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കോപമുണ്ടാകുന്ന സമയത്ത് സ്വന്തം നിയന്ത്രിക്കാൻ കഴിയണം, അവനാ യോദ്ധാവ്. അല്ലാതെ കോപമുണ്ടാകുന്ന സമയത്ത് എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല. അവസാനം പിന്നെ അവിടെ കഴിഞ്ഞെല്ലാം കഴിയുമ്പോൾ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ആലോചിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് വിട്ടുവീഴ്ചകൾ ചെയ്യുകയും കരുണ കാണിക്കുകയും മയമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുക. അതിലൂടെ നിൻ്റെ ദുനിയാവിലും ആഖിറത്തിലും നേട്ടമല്ലാതെ നഷ്ടമൊരിക്കലും ഉണ്ടാകില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് പടച്ചവൻ്റെ കാരുണ്യവും ഔദാര്യവും അള്ളാഹുവിൻ്റെ റഹ്മത്തും കാവലും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ നൂറുകണക്കിന് ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, രോഗികളായി ഹോസ്പിറ്റലിലും വീട്ടിലും കഴിയുന്നവർ, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ഐസിയുവിൽ കഴിയുന്നവർ, ക്യാൻസർ രോഗം വന്നവർ, കരുണക്കടലായ പടച്ചറബ്ബ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ്ണ ശിഫാ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വേദനകൾ അള്ളാഹു കുറച്ചു കൊടുക്കുമാറാകട്ടെ. സമാധാനമുള്ള ജീവിതം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗൾഫിൽ കിടന്ന് പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹദീസ് ജനങ്ങളിൽ എത്തിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, അള്ളാഹു അവരുടെ ആക്കിബത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട ദുആയിൽ എന്നെയും കുടുംബത്തെയും മറക്കാതെ ഉൾപ്പെടുത്തണമെന്ന വസിയ്യത്തോടെ വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.